നമ്മളെല്ലാം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഓൺലൈൻ കൊമേഴ്ഷ്യൽ മാർക്കറ്റുകളാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ. അത്തരം സൈറ്റുകളിൽ ഇപ്പോൾ ഗോട്ട് സെയിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മൊബൈൽ ഫോണിന്റെ വിപണി വില 50,000 രൂപയാണെങ്കിൽ അത് 5,000 രൂപയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്ന ഓഫർ കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്തേക്കുക. കാരണം അങ്ങനെ ഒരു ഓഫർ ഒരിക്കലും ലഭിക്കില്ല. എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിന്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ ഇപ്പോൾ വ്യാപകമായ ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അപകടത്തിൽപ്പെടുന്നതിന് മുൻപായി അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മളെല്ലാം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഓൺലൈൻ കൊമേഴ്ഷ്യൽ മാർക്കറ്റുകളാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ. അത്തരം സൈറ്റുകളിൽ ഇപ്പോൾ ഗോട്ട് സെയിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് വമ്പിച്ച വിലക്കുറവിൽ വസ്തുക്കൾ വാങ്ങാം. ഇത്തരം സൈറ്റുകൾക്ക് സമാന്തരമായി ഇതിനെ തന്നെ വെല്ലുന്ന തരത്തിലാണ് തട്ടിപ്പുകാർ പുതിയ സൈറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിന്റെയും ആമസോണിന്റെയും പേരിൽ വ്യാജ വെബ്സൈറ്റുകളും വ്യാജ സോഷ്യൽ മീഡിയ പേജുകളും ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന തട്ടിപ്പുകാർ വ്യാപകമാവുകയാണെന്നാണ് കേരള പോലീസ് അവസാനമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തട്ടിപ്പുകാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ടെലഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഫ്ലിപ്കാർട്ട്സ് ഗോട്ട് സെയിൽ, ഓഫേഴ്സ് സെയിൽ തുടങ്ങിയ പേരുകളിൽ വ്യാജ പേജുകൾ സൃഷ്ടിക്കുന്നു. പിന്നീട് വളരെ കുറഞ്ഞ വിലയ്ക്ക് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടിവികൾ തുടങ്ങി വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നു. ഈ പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്താൽ യഥാർത്ഥ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ സൈറ്റിനെ പോലെ തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റിലേക്കാണ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ വാട്സാപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ എത്തുക. അതിനുശേഷം സ്റ്റോക്ക് തീരാൻ പോവുകയാണ്, അവസാന അവസരമാണ്, ഇപ്പോൾ തന്നെ ബുക്കിംഗ് തുക അടയ്ക്കണം എന്നിങ്ങനെ പറഞ്ഞ് അടിയന്തര സാഹചര്യം സൃഷ്ടിച്ച് പണമടയ്ക്കാൻ ആവശ്യപ്പെടും. ഒരിക്കൽ പണം അയച്ചാൽ പിന്നീട് ആ ഉൽപ്പന്നം ലഭിക്കില്ല. വീണ്ടും ഡെലിവറി ചാർജ്, ഇൻഷുറൻസ് ചാർജ്, GST തുടങ്ങിയ പേരുകളിൽ കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്യും. പരമാവധി പണം തട്ടിപ്പുകാർ കൈക്കലാക്കിയതിനു ശേഷം ആ ഫോൺ അവർ ഓഫ് ചെയ്യും. ഒന്നാമതായി, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓഫറുകൾ മാത്രം വിശ്വസിക്കരുത്. രണ്ടാമതായി, ഫ്ലിപ്കാർട്ടിൻ്റെയോ ആമസോണിൻ്റെയോ ഔദ്യോഗിക ആപ്പോ വെബ്സൈറ്റോ തുറന്ന് അതേ ഓഫർ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. മൂന്നാമതായി, പരിചയമില്ലാത്ത ബാങ്ക് അക്കൗണ്ടിലേക്കോ UPI IDയിലേക്കോ ഒരിക്കലും പണം അയക്കരുത്. നാലാമതായി, OTP, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ATM പിൻ നമ്പർ, CVC നമ്പർ തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത്. ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു മൊബൈൽ ഫോണിന്റെ വിപണി വില 50,000 രൂപയാണെങ്കിൽ അത് 5,000 രൂപയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്ന ഓഫർ കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്തേക്കുക. കാരണം അങ്ങനെ ഒരു ഓഫർ ഒരിക്കലും ലഭിക്കില്ല. യഥാർത്ഥ കമ്പനികൾ സാധാരണയായി വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിലക്കുറവുകൾ നൽകാറില്ല. കേരള പോലീസ് പറയുന്നതുപോലെ തട്ടിപ്പിന് ഇരയായാൽ സമയം കളയാതെ 1930 എന്ന ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുകയോ cybercrime.gov.in എന്ന ദേശീയ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി നൽകുകയോ ചെയ്യണം. വേഗത്തിൽ പരാതി നൽകിയാൽ പണം വീണ്ടെടുക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒറിജിനൽ സൈറ്റുകളെ വെല്ലുന്ന തരത്തിലാണ് ഇവർ തട്ടിപ്പ് സൈറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വിശ്വസനീയമെന്ന് തോന്നിപ്പോകും. ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഇത്തരം സൈബർ ക്രൈം തട്ടിപ്പ് കേസുകളിൽ എല്ലാ തട്ടിപ്പുകാരെയും പൂർണ്ണമായി കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതായത് ഇതിനുള്ളിൽ ലൂപ്പ് ഹോൾസ് അനവധിയാണ്. ഇത്തരം സൈബർ ക്രൈം തട്ടിപ്പ് കേസുകളിൽ ലക്ഷങ്ങളാണ് അവർ തട്ടിച്ചെടുക്കുക. അതുകൊണ്ട് 1,00,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 50,000 രൂപയ്ക്കോ താഴെ വരുന്നതൊക്കെ ചെറിയ തുകകളായാണ് കണക്കാക്കപ്പെടുന്നത്. അത്തരം ചെറിയ തുകകളിൽ വളരെ പ്രയാസകരവും വളരെയധികം കാലതാമസം എടുക്കുന്നതുമാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക എന്നത് മാത്രമാണ് ഏകമാർഗം. ഈ വിവരം നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നിർബന്ധമായും ഷെയർ ചെയ്യുക. കൂടുതൽ സർക്കാർ അറിയിപ്പുകൾ, സൈബർ സുരക്ഷാ മുന്നറിയിപ്പുകൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാർത്തകൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് എങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.